The Cap Seller and the Monkeys. Once there was a cap seller named Manu. He carried a big basket full of colorful caps on his head. ഒരിടത്ത് മനു എന്നു പേരുള്ള ഒരു തൊപ്പിക്കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അവൻ തലയിൽ നിറയെ വർണ്ണത്തൊപ്പികളുള്ള ഒരു വലിയ കുട്ട ചുമന്നിരുന്നു. He walked from village to village shouting, "Caps for sale! Colorful caps!" അവൻ ഗ്രാമങ്ങൾ തോറും നടന്നു, തൊപ്പികൾ വിൽപ്പനയ്ക്ക്, വർണ്ണത്തൊപ്പികൾ എന്ന് വിളിച്ചു പറഞ്ഞു. The sun was hot, and Manu walked for a long time. Soon he felt very tired and sleepy. സൂര്യന് നല്ല ചൂടുണ്ടായിരുന്നു. മനു ഒരുപാട് ദൂരം നടന്നു. താമസിയാതെ അവന് വല്ലാത്ത ക്ഷീണവും ഉറക്കവും തോന്നി. He saw a big, shady tree and decided to rest. He carefully placed his basket on the ground and lay down. അവൻ ആ വലിയ തണൽ മരം കണ്ട് വിശ്രമിക്കാൻ തീരുമാനിച്ചു. അവൻ തന്റെ കുട്ട ശ്രദ്ധയോടെ നിലത്ത് വെച്ച് കിടന്നു. Soon Manu was fast asleep. From the branches above, a group of curious monkeys watched him. താമസിയാതെ മനു ഗാഢമായ ഉറക്കത്തിലായി. മുകളിലെ കൊമ്പുകളിൽ നിന്ന് ഒരു കൂട്ടം കൗതുകമുള്ള കുരങ്ങന്മാർ അവനെ നിരീക്ഷിച്ചു. The monkeys chattered softly to each other. "What is in that big basket?" One little monkey whispered. ആ വലിയ കുട്ടയിൽ എന്താണ്? ഒരു ചെറിയ കുരങ്ങൻ മന്ത്രിച്ചു. കുരങ്ങന്മാർ പരസ്പരം പതുക്കെ കലപില കൂട്ടി. The monkeys saw the colorful caps in the basket. Quietly, they climbed down the tree. കുരങ്ങന്മാർ കുട്ടയിലെ വർണ്ണത്തൊപ്പികൾ കണ്ടു. നിശബ്ദമായി അവർ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി. Each monkey took one cap from the basket. They put the caps on their heads and climbed back up the tree. ഓരോ കുരങ്ങനും കുട്ടയിൽ നിന്ന് ഓരോ തൊപ്പിയെടുത്തു. അവർ തൊപ്പികൾ തലയിൽ വെച്ച് മരത്തിലേക്ക് തിരികെ കയറി. They looked at each other and giggled. The caps were red, blue, green and yellow. അവർ പരസ്പരം നോക്കി ചിരിച്ചു. തൊപ്പികൾ ചുവപ്പ്, നീല, പച്ച, മഞ്ഞ നിറങ്ങളിലായിരുന്നു. After some time, Manu woke up. He saw that his basket was empty. "Oh no! Where are all my caps?" he shouted. കുറച്ചു സമയത്തിന് ശേഷം മനു ഉണർന്നു. തന്റെ കുട്ട ശൂന്യമാണെന്ന് അവൻ കണ്ടു. "അയ്യോ, എന്റെ തൊപ്പികളെല്ലാം എവിടെ?" അവൻ അലറി. He heard chattering noises and looked up. The tree was full of monkeys and every monkey was wearing a cap. അവൻ കലപില ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കി. മരം നിറയെ കുരങ്ങന്മാരായിരുന്നു. ഓരോ കുരങ്ങനും ഓരോ തൊപ്പി ധരിച്ചിരുന്നു. Manu shouted at the monkeys, "Give me back my caps!" But the monkeys only chattered back and shook their heads, just like him. മനു കുരങ്ങന്മാരോട് അലറി, "എന്റെ തൊപ്പികൾ തിരികെ തരൂ." എന്നാൽ കുരങ്ങന്മാർ അവനെപ്പോലെ തിരികെ കലപില കൂട്ടുകയും തലയാട്ടുകയും മാത്രം ചെയ്തു. Manu was angry. He shook his fist at them. The monkeys saw this and shook their little fists back at him. മനുവിന് ദേഷ്യം വന്നു. അവൻ അവർക്ക് നേരെ മുഷ്ടി ചുരുട്ടി. ഇത് കണ്ട കുരങ്ങന്മാർ തങ്ങളുടെ ചെറിയ മുഷ്ടികൾ അവന് നേരെ ചുരുട്ടി. Manu picked up a small stone and pretended to throw it. The monkeys found small twigs and pretended to throw them back. മനു ഒരു ചെറിയ കല്ലെടുത്ത് എറിയുന്നതായി ഭാവിച്ചു. കുരങ്ങന്മാർ ചെറിയ ചുള്ളിക്കമ്പുകൾ കണ്ടെത്തി തിരികെ എറിയുന്നതായി ഭാവിച്ചു. Manu tried to be friendly. He smiled and waved at them. The monkeys smiled and waved back, but they did not give back the caps. മനു സൗഹൃദം നടിക്കാൻ ശ്രമിച്ചു. അവൻ അവരെ നോക്കി പുഞ്ചിരിക്കുകയും കൈവീശുകയും ചെയ്തു. കുരങ്ങന്മാർ തിരികെ പുഞ്ചിരിക്കുകയും കൈവീശുകയും ചെയ്തു. പക്ഷേ അവർ തൊപ്പികൾ തിരികെ നൽകിയില്ല. Manu was very sad. He sat down and put his head in his hands. The monkeys also sat down on their branches and put their heads in their hands. മനുവിന് വളരെ സങ്കടമായി. അവൻ താഴെയിരുന്ന് തലയിൽ കൈവച്ചു. കുരങ്ങന്മാരും തങ്ങളുടെ കൊമ്പുകളിലിരുന്ന് തലയിൽ കൈവച്ചു. Suddenly, Manu had a clever idea. He jumped up, took off his own cap, and held it in his hand. പെട്ടെന്ന് മനുവിനൊരു ബുദ്ധി തോന്നി. അവൻ ചാടി എഴുന്നേറ്റ് തന്റെ സ്വന്തം തൊപ്പിയൂരി കയ്യിൽ പിടിച്ചു.
He threw his cap on the ground. Seeing this, all the monkeys threw their caps on the ground too. അവൻ തന്റെ തൊപ്പി നിലത്തേക്കെറിഞ്ഞു. ഇത് കണ്ട് എല്ലാ കുരങ്ങന്മാരും തങ്ങളുടെ തൊപ്പികളും നിലത്തേക്കെറിഞ്ഞു. Manu quickly collected all his caps. He counted them to make sure they were all there. മനു വേഗം തന്റെ എല്ലാ തൊപ്പികളും ശേഖരിച്ചു. എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ അവൻ അവ എണ്ണി. He put the caps back in his basket, waved goodbye to the monkeys, and happily went on his way. അവൻ തൊപ്പികൾ കുട്ടയിൽ തിരികെ വെച്ച് കുരങ്ങന്മാരോട് യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ തന്റെ വഴിക്ക് പോയി.